രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിട്ട് മൂന്നാമത്തെ ദിവസവും പിന്നിടുകയാണ്. നിലവിൽ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ചോദ്യം ചെയ്യലിനോട് പുഞ്ചിരി സ്റ്റൈൽ പ്രതികരണം നടത്തിവരുന്ന രാഹുലിൻ്റെ നിസ്സഹകരണം രാഹുൽ ഈശ്വറിൻ്റേതുപോലെ കസ്റ്റഡി നീട്ടിക്കിട്ടുവാൻ മാത്രമേ കാരണമാകൂ എന്നാണ് തോന്നുന്നത്. നമ്മുടെ കുറേ അധികം സ്ത്രീജനങ്ങൾ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതമാരെ ചീത്ത പറയുന്നത് പോലൊന്നും രാഹുൽ ചെയ്യുന്നുമില്ല എന്നത് അതീവ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ ബന്ധങ്ങളെ ഒന്നും തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പീഡനമല്ല എന്ന കാര്യം മാത്രമാണ് നിഷേധിക്കുന്നത്. വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ട്. ബന്ധമുണ്ടായിരുന്നോ, ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് ജാമ്യാപേക്ഷകളിൽ ഉള്ളത്. സൗഹൃദങ്ങൾ ചാനലൈസ് ചെയ്ത രീതിയിലാണ് പ്രശ്നമുള്ളത്. ഒരു ജനകീയ നേതാവ് എങ്ങനെ ആയിക്കൂടാ എന്ന് അദ്ദേഹം ഇന്നത്തെയും നാളത്തെയും ഒക്കെ തലമുറയെ പഠിപ്പിക്കുമ്പോൾ, അതിനൊരു ഉദാഹരണമാകുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട പ്രധാന യോഗ്യതകൾ എന്താണെന്ന്. വ്യക്തിജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവനായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ്. ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉള്ളവനാണ് ഒരു രാഷ്ട്രീയ നേതാവ്. സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ ജനക്ഷേമത്തിന് മുൻഗണന നൽകുന്നവൻ എന്നർത്ഥം. എമ്പതിയും സർവീസ് മൈൻഡ് സെറ്റും അത്യാവശ്യവുമാണ്. സഹാനുഭൂതിയും സേവന മനസ്സും ഇല്ലാത്തവൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവാകാൻ യോഗ്യനല്ല. രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം വീഴ്ച വരുത്തി എന്നതാണ് സത്യം. നമ്മുടെ സ്ത്രീജനങ്ങൾ ചോദിക്കുന്നത് ഭർത്താവുമായി പ്രശ്നമുള്ളവരെല്ലാം രാഷ്ട്രീയക്കാരെ കാണുന്നത് എന്തിനാണ് എന്നാണ്. പക്ഷെ നമ്മൾ കുടുംബ കോടതിയിൽ പോലും കേസ് ഫയൽ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയക്കാരും മതസംഘടനകളുമൊക്കെ ഇടപെട്ടിരുന്നു എങ്കിലും തീരുമാനമായില്ല എന്നൊക്കെ. പള്ളിക്കമ്മിറ്റിയും NSSും SNDPയും ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. അതുപോലെ പഞ്ചായത്ത് മെമ്പർ മുതൽ MLA വരെ വിവാഹബന്ധങ്ങളിലെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ ഇടപെടുമ്പോഴും ഇടപെടുത്തുമ്പോഴും സൂക്ഷിക്കുക. രാഹുൽ അതിനൊരു പാഠമാകട്ടെ.